അപ്പൊ നമ്മള് പറഞ്ഞത് ക്രോസ് ഇതാണ്, പറഞ്ഞ ഡീറ്റെയിൽസ് ആണ്, ക്രോസിന്റെ ഡീറ്റെയിൽസ് ഇതാണ് കേട്ടോ. ഇതാണ്, അതായത് 4 ഡോമിനന്റ് അരിയിൽ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ഇനി ഇങ്ങനെയും ആകാം, ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി എന്നാകാം. എങ്ങനെയായാലും ആ സെറ്റ് 3 ഡോമിനന്റ് ആ സെറ്റിൽ 4 ഡോമിനന്റ് അരിയിൽ വേണം. എങ്ങനെ ഞാൻ പറഞ്ഞത് ഇപ്പൊ സെക്കൻഡ് കേസ് ആണ്, 14.36 ആണ്. ഫസ്റ്റ് കേസിൽ ഫുള്ള് ക്യാപിറ്റൽ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി. തേർഡ് കേസ് ആണ് 2 ഡോമിനന്റ് അരിയിൽ, അത് എങ്ങനെയാകാം, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, സ്മോൾ ബി എന്നാകാം. അല്ലെങ്കിൽ സ്മോൾ എ, ക്യാപിറ്റൽ ബി എന്നാകാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി എന്നാകാം. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ 2 ഡോമിനന്റ് അരിയിലാണ്. അങ്ങനെ അപ്പോ 4 ഡോമിനന്റ് അലിയിലാണെങ്കിൽ അതിന്റെ നീളം എത്ര, 17 സെന്റിമീറ്റർ. എങ്ങനെ കിട്ടിയതാ, എല്ലാ പ്ലാന്റിനും മിനിമം 6.5 ഉണ്ട്. പ്ലസ് 4 ഡോമിനന്റ് അലിയിൽ ഉണ്ടെങ്കിൽ ഓരോ ഡോമിനന്റ് അലിയിലെയും കോൺട്രിബ്യൂഷൻ 2.62 ആണെന്ന് മുന്നത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു തന്നു. അപ്പോ 4 ഡോമിനന്റ് അലിയിൽ ഉണ്ടെങ്കിൽ 2.6 ഗുണിക്കണം 4 പ്ലസ് ബേസിക് ലെങ്ത് 6.5 കൂട്ടാൻ. എല്ലാ സ്ഥലത്തും 6.5 കിട്ടണം. പക്ഷേ ഇവിടെ 3 ഡോമിനന്റ് അരിയിലുള്ളതുകൊണ്ട് 2.62 3 കൊണ്ട് ഗുണിച്ച്, ഇവിടെ 2 ഡോമിനന്റ് അരിയിലുള്ളതുകൊണ്ട് 2.62 2 കൊണ്ട് ഗുണിച്ച്, ഇവിടെ ഒരു ഡോമിനന്റ് അരിയിലേ ഉള്ളൂ അതുകൊണ്ട് 2.62 1 കൊണ്ട് ഗുണിച്ച്, ഇവിടെ ഡോമിനന്റ് അരിയിൽ ഇല്ല അതുകൊണ്ട് 2.62 ആരോട് ഗുണിക്കേണ്ട, അതുകൊണ്ടാണ് 0 ഇട്ട് കണ്ടപ്പോ 6.5 തന്നെയാണ്. അതാണ് ഇവിടുത്തെ കാൽക്കുലേഷൻ. ഇനി നമുക്ക് ക്രോസ് നോക്കാം. നമ്മളിപ്പം ടോം തമ്പ് വെറൈറ്റി അല്ലെ, അതുപോലെ ബ്ലാക്ക് മാക്സിലും നമ്മൾ ക്രോസ് ചെയ്യാന്ന് വിചാരിച്ച ക്രോസ് കാണിച്ചു തരാം. ടോം തമ്പ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാ 4 സ്മോൾ ലെറ്റർ, അപ്പൊ അതിന്റെ ലെങ്ത് എത്ര, 6.5 സെന്റിമീറ്റർ. അതാണ് ഇവിടെ ക്രോസ് ചെയ്യുന്ന ഒരു വേരുണ്ട്. രണ്ടാമത്തെ ബ്ലാക്ക് മെക്സിക്കനാ, അതിന്റെ ലെങ്ത് എത്ര, 17 സെന്റിമീറ്റർ. അതിന് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഈ രണ്ട് ക്രോസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, F1 ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി എന്നാണ് ഉത്തരം വരിക. നമ്മൾ ജനറ്റിക്സിലൊക്കെ കുറെ ക്രോസ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിൽ പറയാം അല്ല എത്ര ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, 2 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്താ ആൻസർ വരിക, F1 എന്താ 2 ക്യാപിറ്റൽ എന്താ, മൂന്നാമത്തെ വരി 2 ക്യാപിറ്റൽ, F1 ആൻസർ എന്താ 11.74 സെന്റിമീറ്റർ ആണ്. ഇവിടെ ക്രോസ് ചെയ്തത് ടോം തം വെറൈറ്റിനെയും ബ്ലാക്ക് മെക്സിക്കനാണ് ക്രോസ് ചെയ്ത്. അപ്പൊ അവർക്ക് കിട്ടിയ F1 എത്ര, 11.74 ആണ്. ഞാൻ അവിടെ എഴുന്നിട്ടുള്ളൂ സെന്റിമീറ്റർ ആണ് F1. എല്ലാ F1 അങ്ങനെയാണ്. കാരണം എന്താ, എല്ലാ F1നും ജീനോടൈപ്പ് ഏതാ, ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി എന്നാണ്. ഇനി അങ്ങനത്തെ ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി രണ്ടെണ്ണത്തിന് നമ്മൾ ക്രോസ് ചെയ്യാം, സെൽഫ് ചെയ്യാം. അങ്ങനെ F1 സെൽഫ് ചെയ്താൽ നമുക്ക് 16 കോളം പണ്ണറ്റ് സ്ക്വയർ ചെക്കർ ബോർഡ് കിട്ടും. ആ ചെക്കർ ബോർഡാണ് ഞാൻ അവിടെ വരച്ചത്. കണ്ടോ, ക്യാപിറ്റൽ കണ്ടോ, ആദ്യത്തെ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്ത് 4 ഗാമീറ്റ്, രണ്ടാമത്തെ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്ത് 4 ഗാമീറ്റ്. അതായത് ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി 4 ഗാമീറ്റ് ഉണ്ടാവും. ആ ഗാമീറ്റ് ഏതൊക്കെ, ക്യാപിറ്റൽ എ, ബി, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ഒരു ഗാമീറ്റ്, അത് അവിടെ കാണിച്ച് എന്റെ കഴ്സർ മൂവ് ചെയ്ത് നോക്ക് മേലെ ഗാമീറ്റിന്റെ അടുത്ത് നീല കോളത്തില് കണ്ടോ. രണ്ടാമത്തെ ക്യാപിറ്റൽ എ, സ്മോൾ ബി, മൂന്നാമത്തെ സ്മോൾ എ, ക്യാപിറ്റൽ ബി, നാലാമത്തെ സ്മോൾ എ, സ്മോൾ ബി. അതേപോലെ ഗാമീറ്റ് ഇപ്പോഴും ഉണ്ടാവും 4 എണ്ണം. അത് ക്രോസ് ചെയ്ത് നമുക്ക് 14 ടൈപ്പ് പ്രോജനി കിട്ടി. ആ 14 ടൈപ്പ് പ്രോജനി എടുത്താല് അതില് ഒന്ന് മാത്രമേ 17 സെന്റിമീറ്റർ ഉള്ളൂ. എന്നാൽ ഇവിടെ നോക്കാം 14.36 ഉള്ളത് എത്ര ഉണ്ട് നോക്കിയാ, 14.36 ഉള്ളത് ഇതാ ഒന്ന്. ഇതാ എന്റെ കേസർ മൂവ് ചെയ്ത് നോക്ക്, ഫസ്റ്റ് കോളത്തില് രണ്ടാമത്തത്, മൂന്നാമത്തത്, അതുപോലെ ഫസ്റ്റ് റോയില് രണ്ടാമത്തത്, മൂന്നാമത്തെ. അപ്പൊ എത്രയായി, 4. 17 ഉള്ളത് 1, 14.36 ഉള്ളത് 4 എണ്ണം. ഇനി അതേപോലെ മൂന്നാമത്തെ 11.7 ഉള്ളത് F1 പോലെ ഉള്ളത് 6 എണ്ണം ഉണ്ട്. കൊണ്ട് 1 ഇതാ, 2 ഇതാ, എന്റെ കേസർ മൂവ് ചെയ്ത് നോക്കാം, റൗണ്ട് 3 ഇതാ, 4 ഇതാ. അതായത് ഈ 4 എണ്ണം 1 2 3 4 കണ്ടോ. അതുപോലെ ഇവിടെ ഇതാ 11.74 ഉള്ളത് ക്യാപിറ്റൽ എ, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ, അതായത് സെക്കൻഡ് റോയില് സെക്കൻഡ് ബോക്സ് കണ്ടോ. അതുപോലെ തേർഡ് റോയില് തേർഡ് ബോക്സ് കണ്ടോ അവിടെ. അപ്പൊ മൊത്തം എത്ര എണ്ണായി, 6 എണ്ണായി. അപ്പം 6 എണ്ണം. അപ്പൊ നമ്മൾ റേഷ്യോ നോക്കണേ, 1 4 6 എന്നാ പോണേ അല്ലേ. ഇനി 9.12 എത്ര ഉണ്ട് നോക്കാം, 9.12 എത്ര ഉണ്ട്, 1 ഇതാ. അതായത് നാലാമത്തെ കോളത്തിൽ 2 3, അതുപോലെ നാലാമത്തെ റോയിലും 2 3 ഓക്കെ അല്ലേ. അവസാനം 6.5 എത്ര, 1. അപ്പൊ നമ്മൾ റേഷ്യോ എത്ര വെച്ചാൽ മനസ്സിലാക്കാം. 17 ഉള്ളത് 1, 14.36 ഉള്ളത് 4, 11.7 ഉള്ളത് 6,
9.12 ഉള്ളത് 4, 6.5 1. അപ്പൊ നമ്മുടെ റേഷ്യോ എത്ര? 1:6:, അറിയോ? 1:4:6:4:1. കണ്ടോ? ഇവിടെ നിങ്ങൾ എന്റെ വീഡിയോ ഇമേജിന്റെ താഴെ ഞാൻ പെന്നോട് എടുത്തൊരു ഗ്രാഫ് കാണാം. അതിലുണ്ട് റേഷ്യോ. കണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ? ഇവിടെതാ 6.5 ഉള്ളത്, 6.5 ഉള്ളതാണ് ഇവിടെ ചെറിയ ബാർ ഡയഗ്രത്തിൽ കാണിച്ചത്. 6. അത് എത്ര ഉണ്ട്? 6.5 1. അപ്പൊ അവിടെ 1 ആണ്. 9.12 രണ്ടാമത്തെ ബാറ് കണ്ടോ? അത് എത്ര ഉണ്ട്? 4. 11.7 മൂന്നാമത്തെ ബാർ, അത് എത്ര ഉണ്ട്? 6. 14.36 ഉള്ളത് എത്ര ഉണ്ട്? 4. ആരെ പോലെ? 1.2 പോലെ 4 ഉണ്ട്. കണ്ടോ? അതുകൊണ്ട് അങ്ങനെ വരച്ച്. ഇനി 17 സെന്റിമീറ്ററിൽ എന്തുണ്ട്? 6.5 പോലെ 17 സെന്റിമീറ്ററിൽ 1. അപ്പൊ നമ്മുടെ റേഷ്യോ എത്ര? 1:4:6. നോക്കണേ, 1:4:6:4:1. 1:4:6:4:1. കണ്ടോ? ഇത് ബാർ ഡയഗ്രാം. പാരാബോള വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ലൈൻസ് ആക്കി വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ ലൈൻസ് ആക്കി ലൈൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? പാരാബോളിക് ഡയഗ്രാം കിട്ടും. കണ്ടോ? ഒരു കുന്നുപോലെ കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റേഷ്യോ. അപ്പൊ ഇതാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോളിജീനിക് ഇൻഹെറിറ്റൻസിന്റെ ഫീച്ചേഴ്സ് നോക്കാം അല്ലെ. പോളിജീനിക് ഇൻഹെറിറ്റൻസിന്റെ ഫീച്ചേഴ്സ് എന്താ? ഈ ക്രോസ് വെച്ച് നമുക്ക് പറയാം. പോളിജീനിക് ഇൻഹെറിറ്റൻസിൽ രണ്ട് പാരന്റ് ടോം തമ്പനെയും ബ്ലാക്ക് മാക്സിക്കനും ക്രോസ് ചെയ്യുമ്പോൾ F1 നമുക്ക് എല്ലാം ഒരേ ടൈപ്പാ കിട്ടിയത് 11.7 ആണ്. F1 സെൽഫ് ചെയ്തപ്പോഴോ നമ്മൾ ആദ്യം ക്രോസ് ചെയ്ത് ആരേനി? ടോം തമ്പ് എന്ന് പറയുന്ന 6.5 സെന്റിമീറ്ററും ബ്ലാക്ക് മെക്സിക്കൻ എന്ന് പറഞ്ഞാൽ 17 സെന്റിമീറ്റർ ഉള്ള രണ്ട് പാരന്റിനെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാം ഒരു ടൈപ്പുള്ള F1 കിട്ടി 11.74. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ രണ്ട് പാരന്റിനെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന F1 എല്ലാം സെയിം ആയിരിക്കും. അങ്ങനത്തെ F1 സെൽഫ് ചെയ്താലോ 11.74 F1 സെൽഫ് ചെയ്തപ്പോഴോ ഇപ്പൊ കിട്ടിയ ഉത്തരാണ് ഈ ബോക്സ് കാണുന്നത്. ആ F1 സെൽഫ് ചെയ്തപ്പോൾ നമുക്ക് F2 കിട്ടി. F2 ഏറ്റവും കൂടുതൽ ഏതാ? F1 പാരന്റിനെ പോലുള്ള 11.74 ആണ്. ഏറ്റവും കുറവ് ഏതാ? F1ന്റെ രണ്ട് പാരന്റ് ഏതാണോ അതാണ് 6.5 ബ്ലാക്ക് മാക്സിക്കനും 6.5 ടോം തമ്പും 17 സെന്റിമീറ്റർ ആയ ബ്ലാക്ക് മാക്സിക്കനും. ബാക്കിയെല്ലാം എവിടെ വരിക? F1ന്റെയും ഫസ്റ്റ് പാരന്റ് ആയ 6.5ന്റെ ഇടക്ക്. പിന്നെ എവിടെയാ വരിക? F1ന്റെയും സെക്കൻഡ് പാരന്റ് ആയ ബ്ലാക്ക് മെക്സിക്കന്റെ ഇടക്ക്. ഇതാണ് പോളിജീനിയുടെ പ്രത്യേകത. ഇവിടെ നമ്മൾ നോക്കിയേ, എല്ലാ ഡോമിനന്റ് അലിയിലും 2.6 എന്നുള്ള ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? അഡിറ്റീവ് ആക്ഷൻ. എല്ലാ ജീനുകളുടെയും അഡിറ്റീവ് ആക്ഷൻ ആണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. എന്തുകൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ ഫാക്ടോറിയൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ പണ്ട് ജീനിന് കൊടുത്ത പേരാണ് ഫാക്ടർ. കണ്ടോ? അതുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ ഫാക്ടോറിയൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജീൻ ഇൻഹെറിറ്റൻസ് ആണ്, പോളിജീൻ ഇൻഹെറിറ്റൻസ് ആണ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പൊ രണ്ടാമത് നമുക്ക് പറയാം, ഇതാണ്. നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം കേട്ടോ. ഫീച്ചേഴ്സ് പോയി നോക്കിയേ. ഫീച്ചേഴ്സ് കണ്ടോ? പോളിജീനിന്റെ ഫീച്ചേഴ്സ് എന്താ? ഹിയർ phenotypic traits are determined by additive action of all the genes എന്നാണ്. എല്ലാ ജീനുകളുടെയും അഡിറ്റീവ് ആക്ഷൻ ആണ് phenotypic trait കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എല്ലാ F1 ഇൻഡിവിജ്വലും സിമിലർ ആയിരിക്കൂലേ? നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ 11.7 എല്ലാം കിട്ടിയത് 11.74. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഓൾ ദ F1 ഇൻഡിവിജ്വൽ ആർ സിമിലർ വിത്ത് ഈച്ച് അതർ. അല്ലെ? സിമിലർ ആയിരിക്കും. ആൻഡ് ദേ ആർ, അവരാരായിരിക്കും? ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ടു പാരന്റ്സ്. ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ടു. ദേ ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ടു പാരന്റ്സ്. രണ്ട് പാരന്റ്സിന്റെ ഇന്റർമീഡിയറ്റ് ആയിരിക്കും. നമുക്ക് എങ്ങനെ മനസ്സിലായത്? ടോം തമ്പ് 6.5 ആയിരുന്നു, ബ്ലാക്ക് മെക്സിക്കൻ എത്ര ആയിരുന്നു? 17 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? F1 11.7. അതെന്താ? ആ ടോം തമ്പിനും ബ്ലാക്ക് മെക്സിനും ഇടക്കുള്ളതാണ്, ഇന്റർമീഡിയറ്റാ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. അതാണ് നമ്മളവിടെ പറഞ്ഞത്. ആ ഇന്റർമീഡിയറ്റ് ആണ് അവിടെ കൊടുത്തത്. ഓക്കെ, ഇനി F2 എന്തായിരിക്കും? F2 ഒരു പാരബോള പോലത്തെ ഒരു കുന്നുപോലുള്ള ഗ്രാഫാണ് F2 കിട്ടുക. അതില് പാരന്റൽ ടൈപ്പ് പ്രോജനി ആയ ബ്ലാക്ക് മെക്സിക്കനും ടോം തമ്പും ആണ് ഏറ്റവും കുറവുള്ളത്. രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ളത് അല്ലെ. ഒന്ന് എന്താ എക്സ്ട്രീം എന്ന് പറഞ്ഞാല് കൂട്ടത്തിൽ ഏറ്റവും വ്യത്യാസം ഉള്ളത് അല്ലെ. എക്സ്ട്രീം ഏതാ? ഒന്ന് ഏറ്റവും നീളം കുറവുള്ള 6.5, ഒന്ന് ഏറ്റവും നീളം കൂടുതലുള്ള 17 സെന്റിമീറ്റർ. കണ്ടോ? ഓക്കെ അല്ലെ? അപ്പൊ പാരന്റൽ ടൈപ്പ് പ്രോജനി ഈസ് ലെസ്. പാരന്റൽ ടൈപ്പ് പ്രോജനി ലെസ് ആണ്. അതാണ് എക്സ്ട്രീമിനോട്. പിന്നെ ആരാ കൂടുതലുള്ളത്? F1 പ്രോജനി. അതാണ് 11.74 ആണ്. 6 എണ്ണം ഉള്ളത് 16 എണ്ണത്തില്. ഓക്കെ അല്ലെ? ബാക്കി F2 ഒക്കെ എവിടെ ഉണ്ടാവുക?
അത് ഒന്നുകിൽ F1-ന്റെയും ഒരു പാരന്റിന്റെയും അടുക്ക്, അല്ലെങ്കിൽ F1-ന്റെയും അടുത്ത എക്സ്ട്രീമിന്റെ അടുക്ക്. അതായത് F1-ന്റെയും 6.5 എന്നുള്ള എക്സ്ട്രീമിന്റെ അടുക്കോ, അല്ലെങ്കിൽ F1-ന്റെയും 17 എന്ന് പറഞ്ഞ എക്സ്ട്രീമിന്റെ അടുക്കാണ്ടാവുക. ഇനി മനസ്സിലാക്കാം, ഡൈവേഴ്സിറ്റി among F2 increases with increase in contribution of gene. ഇവിടെ ഇപ്പൊ 2 ജീനാണ് പോളിജീൻ, ഈ 2 ജീനാണ് ഇയർ ലെങ്ത് ഇൻവേസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ 1:4:6:4 വന്നത്. ഇനി 3 ജീനാണെങ്കിലോ അത് അതിന്റെ റേഷ്യോ വലുതായി വരും. 3 ആണെങ്കിൽ അതിന്റെ റേഷ്യോ വരാം 1:6:10:6 കണ്ടോ, 1:6:10:15:10:6:1 വരും. വലിയ വാല്യൂ വരും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത സ്ലൈഡിൽ അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് 2 ആയിട്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ അല്ലെ? 3 ആകുമ്പോൾ എന്ത് വരും ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പോളിജീനിക്കിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ ഇതാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്താണ് ആദ്യം എഴുതിയതിന്റെ ശേഷം, ഇത് എഴുതിയതിന്റെ ശേഷം എക്സാമിന് ചോദിച്ചാൽ ഇത് എഴുതണം. പിന്നെയാണ് എക്സാമ്പിൾ എഴുതി കണ്ട് ആ കാൽക്കുലേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കണം. ഈ കാൽക്കുലേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കണ്ടോ. ഇതാണ് പോളിജീനിക്കിന്റെ ഒരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ എന്താ പറയാ, മനുഷ്യന്റെ സ്കിൻ കളർ. അപ്പൊ ആ സ്കിൻ കളർ പോളിജീനിക് ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ ആണ്. അത് ആ എക്സാമ്പിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് ഡാവൻപോർട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ജമൈക്കക്കാരനാണ്. നമ്മൾ ഉസൈൻ ബോൾട്ടിന്റെ ഒക്കെ നാട്ടുകാരനാണ്. 1913 തോട്ടക്കാരൻ ഉസൈൻ ബോൾട്ട്, ജമൈക്ക, അറിയില്ലേ? അയാള് കൺസിഡർ ചെയ്ത് he found that അയാൾ പറഞ്ഞത് 2 ജീനാണ് സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അയാള് പറഞ്ഞത് 2 ജീനാണ് സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. അയാൾ അങ്ങനെ 2 ജീനാണ് കൺട്രോൾ ചെയ്യുന്നത് പറയാൻ കാരണം അയാൾ എടുത്ത എക്സാമ്പിള് നീഗ്രോസും കോക്കേഷ്യൻസ് പീപ്പിളിനെയും എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് അയാൾ പറഞ്ഞത് കൺസിഡർ സ്കിൻ കളർ ഇസ് കൺട്രോൾഡ് ബൈ 2 ജീൻ. 2 ജീൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം അയാൾ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് പറയാണ് ഒരു ട്രൂ നീഗ്രോ ആണെങ്കിൽ അയാൾക്ക് 4 ഡോമിനന്റ് അലീലാണുള്ളത്. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി എന്നാണ്. വൈറ്റ് ആണെങ്കിൽ സ്മോൾ എ, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ ബി. കോക്കേഷ്യൻ വൈറ്റ് ആണെങ്കിൽ 4 സ്മോൾ ബി ആണ്. ഇനി അത് നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ അല്ലെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നീഗ്രോനെയും വൈറ്റ്, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി ഉള്ള നീഗ്രോ, സ്മോൾ എ, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ ബി, കോക്കേഷ്യൻ അഥവാ മെയില്, വൈറ്റ്. അതിനെ ക്രോസ് ചെയ്താൽ F1 എന്താ കിട്ടുക, ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി എന്നാ കിട്ടിയ. അതിന്റെ പ്രത്യേകത അവര് ബ്ലാക്കും അല്ല വൈറ്റും അതിന്റെ ഇടക്കാണ്, അതിന്റെ ഇടക്കുള്ള ആള്. അതാണ് മുളാറ്റോസ്. അതിനെ വിളിക്കുന്ന പേരാണ് മുളാറ്റോസ്. 4ാമത്തെ ലൈൻസിൽ കാണാം മുളാറ്റോസ് ആണ്. എന്റെ കേസർ മൂവ് ചെയ്യുന്നത് മുളാറ്റോസ് എന്നാ വിളിക്കുക. ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി. അങ്ങനത്തെ മുളാറ്റോസിനെ ക്രോസ് ചെയ്താലോ, ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി ക്രോസസ് വിത്ത് ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി ക്രോസ് ചെയ്താലോ നമുക്ക് പണ്ണേറ്റ് സ്ക്വയറിൽ 16 കോളം കിട്ടും. അത് നോക്കാം. കണ്ടോ, നീഗ്രോസിനും വൈറ്റിനും ക്രോസ് ചെയ്ത് നമുക്ക് കിട്ടിയത് മുളാറ്റോസ്, ഇന്റർമീഡിയറ്റ് ആണ്. അങ്ങനത്തെ F1-നെ ക്രോസ് ചെയ്ത് നമുക്ക് 16 കോളം കിട്ടി. 16 കോളത്തിൽ ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി ഉള്ളത് എന്താണ്? അപ്പൊ അതിന്റെ റേഷ്യോ എന്ത് നോക്കിയാ 1:4:6:4:1 എന്നാണ്. അതെങ്ങനെ? 4 ക്യാപിറ്റൽ ആണെങ്കിൽ അത് ബ്ലാക്ക് ആണ്. ഇനി 3 ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെങ്കിൽ അതേതാണ്? ഡാർക്ക് കളറുള്ള സ്കിൻ ആണ്. ഡാർക്ക്, ഇത് കരിം കളർ ബ്ലാക്ക്, ഇത് ഡാർക്ക്. കണ്ടോ, ഈ 2 ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെങ്കിൽ അതാണ് മുളാറ്റോസ്. കണ്ടോ, ഒരു മീഡിയം കളർ, നമ്മളെ ഇന്ത്യൻസിനൊക്കെ പോലെ. ഇനി ഒരു ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഉണ്ടെങ്കിൽ ലൈറ്റ് കളറാണ്, കറുത്തതല്ല, ലൈറ്റ് കളർ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഒന്ന് മാത്രം ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു ക്യാപിറ്റല്, ബാക്കി 3 സ്മോൾ. ഇനി ഇവിടെ തെറ്റിണേ 4 സ്മോൾ ലെറ്റർ ആണെങ്കിൽ, 4 ഇവിടെ തെറ്റിണ ക്യാപിറ്റൽ അല്ല, 4 സ്മോൾ ലെറ്റർ ആണെങ്കിൽ, ക്യാപിറ്റൽ അല്ല സ്മോൾ ആണ്, 4 സ്മോൾ ലെറ്റർ ആണെങ്കിൽ അതാണ് പ്യൂർ വൈറ്റ്, അതാണ് 1. അപ്പൊ അതിന്റെ റേഷ്യോ എത്രയാ? 1:4:6:4:1 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ അതിന്റെ റിസൾട്ട് പറയണത് കണ്ടോ, 1 നീഗ്രോ, 4 ഡാർക്ക്, 6 ഇന്റർമീഡിയറ്റ്, കണ്ടോ, 4 ലൈറ്റ്, കണ്ടോ, 5ാമത്തെ 1 എന്താണ്? വൈറ്റ്. കണ്ടോ, 1:4:6:4:1 ആണ് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, എപ്പോഴും പോളിജീനിക് ഇൻഹെറിറ്റൻസിന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്ന 2 അതിലധികമോ ജീനാകാം. 2 ജീനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ ആണ് 1:4:6:4:1. 3 ആണെങ്കിലുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയും. ഓക്കെ.